വയനാട് കൽപ്പറ്റ നഗരത്തിൽ കാട്ടുപോത്തിറങ്ങി. ഇന്നലെ രാത്രിയാണ് റോഡരികിൽ കാട്ടുപോത്തെത്തിയത്. കൽപ്പറ്റ ടൗണിനടുത്തുള്ള ബൈപ്പാസിലൂടെയാണ് കാട്ടുപോത്ത് നഗരത്തിലെത്തിയത്. വനംവകുപ്പ് ജീവനക്കാരെത്തി കാട്ടുപോത്തിനെ തിരികെ കാടുകയറ്റി. 3 മണിക്കൂറിന് ശേഷമാണ് നഗരത്തിൽ നിന്ന് കാട്ടുപോത്ത് വനമേഖലയിലേക്ക് കയറിപ്പോയത്. ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മോഹൻ, വന്യമൃഗങ്ങളുടെ ഒരു ഭീതിയിലാണ് വയനാടൻ ജീവിതം തന്നെ. കൽപ്പറ്റ നഗരത്തിൽ ഇറങ്ങിയ കാട്ടുപോത്ത് ആളുകളെ ഭയചകിതരാക്കിയോ? തിരിച്ചു പോയോ കാട്ടിലേക്ക്? സുജയ, ഇന്നലെ രാത്രി 10:00 കൂടിയാണ് ഈ കൽപ്പറ്റ നഗരത്തിന് സമീപം, അതായത് SKMG സ്കൂളിന് സമീപത്തുള്ള വനമേഖലയിൽ നിന്ന് കാട്ടുപോത്ത് നഗരത്തിലേക്ക് എത്തിയത്. ഈ മഹാറാണി ടെക്സ്റ്റൈൽസ് എന്ന ഷോപ്പിനടുത്തുള്ള സെക്യൂരിറ്റി ജീവനക്കാരനാണ് രാത്രി സെക്യൂരിറ്റി ജോലിക്കിടെ ഈ കാട്ടുപോത്തിനെ കണ്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൽപ്പറ്റ നഗരത്തിലൂടെ ഏകദേശം 1.5 കിലോമീറ്ററോളം സഞ്ചരിച്ചു. ആ കാട്ടുപോത്ത് സഞ്ചരിക്കുന്ന സമയത്ത് വനം വകുപ്പും അതുപോലെ തന്നെ ഫയർഫോഴ്സും ആളുകൾക്ക് സന്ദേശം നൽകിയതിനെ തുടർന്നാണ് പിന്നീട് കാട്ടുപോത്തിനെ ഇവിടെ നിന്ന് വനമേഖലയിലേക്ക് 3 മണിക്കൂർ നടന്നു നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ കാട്ടുപോത്തിനെ ഇപ്പോൾ വനത്തിലേക്ക് തുരത്തിയത്. ഏതായാലും ഈ മേഖലയിൽ മുൻപും കാട്ടുപോത്ത്, അതായത് 2 ആഴ്ചയ്ക്ക് മുൻപും ഈ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ആ കാട്ടുപോത്തിനെയും രാവിലെ കൽപ്പറ്റ നഗരത്തിൽ കണ്ടിരുന്നു. അന്ന് വനം വകുപ്പ് സ്ഥലത്തെത്തി വൈദ്യുതി വേലി നിർമ്മിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് വീണ്ടും വന്യമൃഗങ്ങൾ കൽപ്പറ്റ നഗരത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഉടൻ തന്നെ ഈ വൈദ്യുതി വേലി നിർമ്മിക്കുമെന്നാണ് വനം വകുപ്പ് ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും രാത്രി 3 മണിക്കൂറോളം കൽപ്പറ്റ നഗരത്തെ മുൾമുനയിൽ നിർത്തിയതിനു ശേഷമാണ് ഇപ്പോൾ കാട്ടുപോത്ത് വനത്തിലേക്ക് തിരികെ കയറിപ്പോയത്. സുജയ, ഓക്കെ, കൽപ്പറ്റയിലാണ് കാട്ടുപോത്ത് ഇറങ്ങിയത്. ഇനി